പ്രദേശത്തിന്റെ കഥയിൽ തിരിച്ച് ഈ അങ്ങാടിപ്പാടത്തുനിന്ന് ശ്രീധരൻ അവിടെ നിന്ന് വിട്ടുപോയതിനു ശേഷം ഏറെ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം വരുമ്പോൾ അദ്ദേഹം പണ്ട് ചെലവഴിച്ച ആ സ്ഥലത്ത് ഒരു വലിയൊരു വാട്ടർ ടാങ്കാണ്. അപ്പം അതിലൊരു കാവൽക്കാരനുണ്ട്, അതിക്രമിച്ച് കടത്തുന്നവർ ശിക്ഷിക്കപ്പെടും എന്നൊരു ബോർഡുമുണ്ട്. അപ്പോൾ ആ എത്തുന്നതിന് മുമ്പ് SK പൊറ്റക്കാടിൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. അദ്ദേഹം പറയുന്നത് അങ്ങനെയാണ് അതിൻ്റെ തുടക്കം. അദ്ദേഹം പറയുകയാണ് ഏറെക്കാലം ചെലവഴിച്ച് ചില കൗതുകങ്ങൾ തേടിപ്പോയി എൻ്റെ പഴയകാല തിരിശേഷിപ്പുകൾ തേടാൻ വന്ന വാക്കുകൾ തന്നെ വേറെ രൂപത്തിലാണ്. ഒരു 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 എന്താ പറയേണ്ടത്, ഒരു സ്വദേശിയാണ്, ഒരു താമസക്കാരനാണ്, അതുകൊണ്ട് എന്നോട് ക്ഷമിക്കുക എന്ന് ഈ കാവൽക്കാരോട് പറയണം. ഇത് എസ്കബിലിക്കാർ പറയുന്നത് ഓരോ ഗ്രാമത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു പക്ഷേ ഇന്ന് അവിടെ ചെല്ലുകയാണെങ്കിൽ സന്തോഷ് മാഷൊക്കെ താമസിച്ച ആ സ്ഥലങ്ങളെ നമുക്ക് അവിടെ കാണാൻ വേണ്ടി കഴിയില്ല. അതൊരു ചെറിയൊരു മെട്രോപൊളിറ്റൻ സിറ്റിയുടെ പരുവത്തിലേക്ക് അത് വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ പോലെ അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ആ കെട്ടിടത്തിന്റെ രണ്ടാം നില മച്ചാണ്. അവിടെ താമസിച്ച് മാഷ് ഒരു സ്കൂളിലേക്ക് പോകുന്ന അതേ സമയത്ത് തന്നെ അദ്ദേഹം അവിടെ ചില സാമൂഹിക പ്രശ്നങ്ങളിലും സാമൂഹിക പ്രവർത്തനങ്ങളിലും അദ്ദേഹം ഇടപെട്ടു. അതായത് ആദ്യമായിട്ട് ഫ്രഷായിട്ട് ജോലി പ്രവേശിക്കുമ്പോൾ തന്നെ അദ്ദേഹം ഇങ്ങനെ ചില പ്രധാനമായിട്ടും ഒരു വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട ഇതിൽ ഇടപെടാൻ അന്ന് അദ്ദേഹം ശ്രമിക്കുകയുണ്ടായി. അങ്ങനെ പിന്നീട് അത് ഓരോന്നിനും ഒരു പരിഷത്തിന്റെ ഒരു യൂണിറ്റ് രൂപീകരിക്കാനിടയായി. അതോടൊപ്പം തന്നെ അദ്ദേഹം അക്കാലത്ത് ഗവൺമെന്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന അധ്യാപക സംഘടനയെ PGTA മാനന്തവാടി ബ്രാഞ്ച് സെക്രട്ടറിയായിട്ടും അദ്ദേഹം പ്രവർത്തിക്കുകയായി. അങ്ങനെ 2 വർഷത്തിന് ശേഷം അദ്ദേഹം ഇവിടെ വയനാട്ടിൽ ഗവൺമെന്റ് LP സ്കൂളിലേക്ക് വരികയുണ്ടായി. അവിടെ എത്തുമ്പോഴാണ് കേരളത്തിൽ സമ്പൂർണ്ണ സാക്ഷരത യജ്ഞം നടത്തുന്നത്. സ്വാഭാവികമായിട്ടും അതിൽ അദ്ദേഹം ഒരു മുഴുവൻ സമയ പ്രവർത്തകനായിട്ട് ഉണ്ടായിരുന്നു. കാരണം അവരുടെ സാക്ഷരത പ്രവർത്തനങ്ങളിൽ അധ്യാപക മേഖലയിൽ നിന്നുള്ള ഒരുപാട് സത്യമാഷക്കാലത്ത് പ്രവർത്തിച്ചിരുന്ന മുഴുവൻ സമയ പ്രവർത്തകരുണ്ടായിരുന്നു. പക്ഷേ ആലമുക്കിലായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത്. അപ്പോൾ ആ പ്രദേശത്ത് ഈ സാക്ഷരതാ സെന്ററുകൾ ആരംഭിക്കുന്നതിനും ആളുകളെ അവിടത്തേക്ക് എത്തിക്കുന്നതിനൊക്കെയായിട്ടുള്ള ചില നിർണായക ഇടപെടലുകൾ അദ്ദേഹം നടത്തി. അങ്ങനെ വയനാട്ടിലേക്ക് കുറച്ചു കാലം സേവനമനുഷ്ഠിച്ച കാലത്തിന് ശേഷമാണ് അദ്ദേഹം ഇവിടെ മാനന്തവാടിയിൽ എത്തിയത്. മാനന്തവാടിയിൽ എത്തിയപ്പോഴത്തേക്കും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന് ഒരുപാട് സാധ്യതകളാണ് അവിടെ തോന്നുന്നത്. കാരണം ഒരു പ്രദേശവും കൂടി അല്ലെങ്കിൽ അവിടുത്തെ ഒരു വയനാട്ടിൽ നിന്നും ഓരോരിൽ നിന്നും കിട്ടാത്ത ചില സൗകര്യങ്ങൾ അദ്ദേഹത്തിന് ഈ മാനന്തവാടി ഗവൺമെന്റ് സ്കൂളിൽ കിട്ടി. ഒന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഔദ്യോഗിക വിഭാഗം തന്നെ സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ വിഭാഗങ്ങൾ അതിന്റെ നല്ല പിന്തുണ കിട്ടി. ആ സമയത്തേക്ക് ഇവിടെ വർക്കിമാഷ് അദ്ദേഹം മാനന്തവാടി പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ ആയിരുന്നു. അദ്ദേഹം ഇവിടെ പ്രധാന അധ്യാപകരായിട്ട് വരികയും അതോടൊപ്പം തന്നെ ഇന്ന് നമ്മോടൊപ്പം ഇല്ലാത്ത സന്തോഷ് മാഷിന്റെ അടുത്തൊരു സുഹൃത്തു കൂടിയായ ശ്രീ PK തോമസ് മാഷ് അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു. ഇവരുടെ ഈ 3 ആളുകൾ ഈ വിദ്യാലയം എന്ന് ശരിക്കും പറഞ്ഞാൽ 1987 മലയാള മനോരമ ജൂൺ 1-ാം തീയതി ഫ്രണ്ട് പേജിൽ ഒരു ഫോട്ടോ കൊടുത്തിരുന്നു. പ്രത്യേകിച്ച് LP സ്കൂളിന്റെ ഫോട്ടോ ആണ്. ഇന്ന സ്കൂൾ പ്രവർത്തിക്കുന്നില്ല. കാരണം ആ സ്കൂളിന്റെ ഫോട്ടോ കൊടുക്കാൻ കാരണം ആ ക്ലാസ് മുറിയിൽ ഒരു പശു കിടക്കുകയാണ്. ആ പശുവിന്റെ ഫോട്ടോ എടുത്തിട്ട് അതിന്റെ അടിക്കൊടുത്തില്ലായിരുന്നു. ഈ കാലിത്തൊഴുത്തിലേക്കാണോ നാളെ ഞങ്ങൾ വിദ്യാലയം കുട്ടികളെ പറഞ്ഞയക്കേണ്ടത് എന്നൊരു അടിക്കൊടുപ്പോടുകൂടിയാണ് മനോരമ പത്രം പ്രസിദ്ധീകരിക്കപ്പെട്ടത്. ഒരു പക്ഷേ അതേപോലത്തെ ഒരു സ്ഥാപനം തന്നെയായിരുന്നു ആ കാലത്ത് മാനന്തവാടി UP ഭൗതിക സൗകര്യങ്ങളുടെ കുറവും ഒക്കെ നിമിത്തം ഇതേപോലത്തെ തന്നെയായിരുന്നു. പക്ഷെ ഇവിടെ ഈ 3 ആളുകളുടെ ആ ഒരു കൂട്ടായ്മയോടുകൂടി ഈ വിദ്യാലയത്തിന്റെ ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് ഇവരെ നന്നായിട്ട് ഇടപെട്ടു. അങ്ങനെയാണ് നമ്മൾ ഇന്ന് കാണുന്ന ചുറ്റുമതിലിന്റെ തുടക്കം. അങ്ങനെയാണ്. അങ്ങനെ പിന്നെ ഈ പ്രദേശത്ത് അന്ന് ജനകീയാസൂത്രണ പ്രസ്താവന മറിച്ച് ഈ മാനന്തവാടിയിൽ തന്നെ പ്രവർത്തിക്കുന്ന വ്യാപാരികളുടെ ഒക്കെ സഹായത്തോടുകൂടി ഇവിടെ പല പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ വിഭവങ്ങൾ കണ്ടെത്തുകയും അങ്ങനെ ഈ വിദ്യാലയത്തെ ഒരു മികച്ച വിദ്യാലയമാക്കിയിട്ട് ഇന്നിപ്പോൾ പ്രവേശനം കിട്ടാൻ ആഗ്രഹിക്കുന്ന ഫസ്റ്റ് ചോയ്സ് ആയിട്ട് ഈ വിദ്യാലയത്തെ മാറ്റിയിരിക്കുന്നത് അന്ന് അവർ കാണിച്ച പ്രവർത്തനങ്ങളാണ് പിന്നെ നിമിത്തമായതെന്നാണ് സൂചിപ്പിക്കാറുള്ളത്. അതോടൊപ്പം തന്നെ അധ്യാപക സംഘടനാ മേഖലയിൽ അധ്യാപകർ KGT എന്നുള്ള പ്രസ്ഥാനവും പ്രൈവറ്റ് മേഖലയിൽ ഉണ്ടായിരുന്ന KPT എന്നുള്ള സംഘടന ഉണ്ടായിരുന്നു. രണ്ടും കൂടി ഒന്നായി AST ആയി.
അതിൻ്റെ മാനന്തവാടി സബ് ജില്ലാ സെക്രട്ടറി ആയിട്ടാണ് പിന്നീട് മാഷ് പ്രവർത്തനം തുടരുന്നത്. അങ്ങനെ ഏറെക്കാലം അവിടെ പ്രവർത്തിച്ചു. പിന്നെ പരിഷത്തിന്റെ ജില്ലാ സെക്രട്ടറിയായി, അതുപോലെ തന്നെ ജില്ലാ പ്രസിഡന്റായി. ഇതേ സമയത്ത് തന്നെ പിന്നീട് അദ്ദേഹം ഹെഡ് മാസ്റ്ററായിട്ട് പ്രൊമോഷനായിട്ട് ആദ്യം അദ്ദേഹത്തിന് പ്രൊമോഷൻ ജോലി ലഭിക്കുന്നത് പാലാന LP സ്കൂളിലാണ്. അതൊരു അൺഎക്കണോമിക്കായി പ്രഖ്യാപിക്കപ്പെട്ട സ്കൂളിൽപ്പെട്ട ലിസ്റ്റിൽപ്പെട്ട ഒരു വിദ്യാലയമായിരുന്നു. പക്ഷെ അവിടെ പാലാന എത്തിയപ്പോഴത്തേക്കും അദ്ദേഹത്തിന് വേറെ കുറേ സൗകര്യങ്ങൾ കിട്ടി. ആ സൗകര്യം ഒന്നാണ് കേരള ജനകീയ ആസൂത്രണ പ്രസ്ഥാനം. അപ്പൊ അതിന്റെ ഒക്കെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഈ പാലാന വിദ്യാലയത്തിന്റെ ഫസ്റ്റ് ചെയ്തത് ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്നുള്ളത് തന്നെയായിരുന്നു. അതിനുശേഷം ആ വിദ്യാലയത്തിലെ എൻറോൾമെന്റ് വർദ്ധിപ്പിക്കുന്നതിന് കാര്യമായിട്ട് ഇടപെട്ടു. അങ്ങനെ കുറച്ചു കാലം അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് ശേഷം അദ്ദേഹം ആ പഞ്ചായത്തിൽ തന്നെയുള്ള നെടുമങ്ങാട് ഗവൺമെന്റ് UP സ്കൂളിലേക്ക് പോയി. അവിടെ എത്തിയപ്പോഴേക്കും അദ്ദേഹം പഞ്ചായത്തിന്റെ ഇംപ്ലിമെന്റിംഗ് ഓഫീസർ കൂടിയാണ്. അങ്ങനെ ഇംപ്ലിമെന്റിംഗ് ഓഫീസർ കൂടി ആയപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്ന കുറേ വേറെ പ്രവർത്തനങ്ങൾ ആ പഞ്ചായത്തിലെ മൊത്തം വിദ്യാലയങ്ങളിലും നടപ്പാക്കാൻ ചില ഇടപെടലുകളൊക്കെ നടത്തി. അതൊന്നും പൂർണ്ണമായി വിജയിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന ഉത്തരവാണ്. അതേ സമയത്ത് ഒരു ശ്രമം അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായി. അങ്ങനെ അവിടുത്തെ പ്രവർത്തനത്തിന് ശേഷമാണ് അദ്ദേഹം ബാവലി എന്ന് പറയുന്ന സ്കൂൾ തിരഞ്ഞെടുത്തത്. യഥാർത്ഥത്തിൽ അന്ന് അദ്ദേഹത്തിന് ബാവലിയെ പോലെ യാതൊരു കാര്യമില്ലായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് എത്രയോ അകലെയാണ് ഈ വിദ്യാലയം. തൊട്ടടുത്തുള്ള സ്ഥലമാണ് ഈ GUK സ്ഥലം. അവിടെ നിന്ന് അദ്ദേഹത്തിന് വേണമെങ്കിൽ ഈ തൊട്ടടുത്ത മാനന്തവാടി കിട്ടുമായിരുന്നു. പക്ഷേ അദ്ദേഹം ബാവലി തിരഞ്ഞെടുക്കാൻ എല്ലാവരും കാരണം ഞങ്ങളുമായിട്ടുള്ള സൗഹൃദ സംഭാഷണത്തെ പറഞ്ഞത് എന്തെങ്കിലുമൊക്കെ നമ്മൾ ക്രിയേറ്റീവായിട്ട് ചെയ്ത് കാണിച്ചു കൊടുക്കണമെങ്കിൽ നമ്മളൊരു നഗരപ്രദേശത്തുള്ള വിദ്യാലയത്തിൽ നിന്ന് മാത്രം പ്രവർത്തിച്ചിട്ട് വാർത്ത കുറിച്ചിട്ട് കാര്യമില്ല. മറിച്ച് ഏറ്റവും റിമോട്ടായിട്ടുള്ള ഒരു വിദ്യാലയത്തിൽ പോയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി സാധിക്കുമോ? അങ്ങനെ സാധിക്കാൻ അതുകൊണ്ടാണ് കേവലം 4 കിലോമീറ്റർ മാത്രം ദൂരം ഉണ്ടായിരുന്ന നല്ലൂരിൽ നിന്നും അദ്ദേഹം ബാവലിയിലേക്ക് സ്ഥലമാറ്റം വിളിച്ചത്. അങ്ങനെ അവിടെ പോയതിനു ശേഷം ആ സ്ഥലത്തെ പ്രവർത്തനങ്ങളെ കുറിച്ചാണ് നമുക്കൊക്കെ അറിവുള്ളത്. കാരണം സന്തോഷ് മാഷിന്റെ പ്രവർത്തനങ്ങൾ അങ്ങനെയാണ് പുറംലോകം വന്നത്. അവിടെ അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ആദ്യം തന്നെ ആ വിദ്യാലയത്തിന്റെ ഭൗതിക സൗകര്യങ്ങൾ വിളിക്കുമാഷിനെ പോയിട്ട് അദ്ദേഹത്തിന് കൂടുതൽ കാര്യങ്ങളൊക്കെ പറയാൻ. അതിൽ തന്നെ വിവിധ ഏജൻസികളെ സഹകരിച്ചത് കൊച്ചി ഷിപ്പ്യാർഡ്, അതേപോലെ തന്നെ സംസ്ഥാന സർക്കാർ, അതിൽ MLA, ജനകീയ ആസൂത്രണ പദ്ധതി, ഇവയൊക്കെ വിഭവങ്ങൾ സഹായത്തോടുകൂടി വളരെ മനോഹരമായ കെട്ടിടങ്ങൾ ആദ്യമുണ്ട്. അതിനുശേഷം വിദ്യാലയത്തിന് പകൽ രാത്രിയിലായ ആന വിദ്യാലയത്തിന്റെ മുറ്റത്ത് വരെ വരുന്ന ഒരു സ്ഥലമാണ്. അവിടെ പോയവർക്ക് ഓർമ്മയുണ്ടോ? ഇപ്പോഴാ മുളങ്കൂട്ടം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ആ മുളങ്കൂട്ടം വന്ന് ഓടിക്കുന്ന ചിലപ്പോൾ രാവിലെ ചെന്ന് കഴിഞ്ഞാൽ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ആനയുടെ ആനപ്പിണ്ടൊക്കെ ആ സ്ഥലങ്ങളിൽ ഉള്ളത് കാണാൻ വേണ്ടി സാധിക്കും. അപ്പൊ ആ സ്കൂളിലെ ചുറ്റുമതിലൊക്കെ തയ്യാറാക്കി എല്ലാ ക്ലാസ്സുകളിലും LCD പ്രൊജക്ട് ആയിട്ട് തയ്യാറാക്കി. ഈ സമയത്താണ് വിദ്യാലയ കലാസാഹിത്യ വേദിയുടെ ഒരു പരിപാടികൾ നടക്കുന്നത്. അപ്പോൾ വിദ്യാലയ കലാസാഹിത്യയുടെ സബ് ജില്ലാ പരിപാടിയാണ്. അപ്പം ഒരു അധ്യാപകൻ പറയാണ്, അദ്ദേഹം പറഞ്ഞാണ്, ഈ കാട്ടുമുക്കിലുള്ള ഈ വിദ്യാലയത്തിലേക്കൊക്കെ എന്തിനാണ് സർക്കാർ വെറുതെ പണം കൊടുക്കുന്നത്? കാരണം അവരുടെ സൗകര്യം കണ്ട് അദ്ദേഹം അത്ഭുതപ്പെട്ടു. കാരണം വെച്ചാൽ അത്രയ്ക്ക് ഒരു പഞ്ചനക്ഷത്ര സൗകര്യത്തോടു കൂടിയുള്ള ഒരു കെട്ടിട സംശയമാണ് അവിടെ ഉയർന്നു വന്നത്. എല്ലാ മോഡലുകളിലും ടൈലൊക്കെ പതിച്ച്, അതുപോലെ തന്നെ LCD പതിച്ചുകൊണ്ട്, അപ്പൊ ഇത് അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത് അങ്ങനെ ഒരു നല്ല ആകർഷകരമായ സംവിധാനം ഒരുക്കിയതിനു ശേഷമാണ് രണ്ടാം ഘട്ടത്തിന്റെ രൂപത്തിൽ അദ്ദേഹം അക്കാദമിക് ഇടപെടലിലേക്ക് നടത്തിയത്. അതിനാദ്യം നടത്തിയ കാര്യം നേരത്തെ ഇവിടെ പലവരും മാഷും അതുപോലെ പലരും പ്രഭാഷണം സൂചിപ്പിച്ചതുപോലെ എന്തുകൊണ്ട് ഈ കുട്ടികൾ വിദ്യാലയത്തിൽ വരുന്നതിന് വേണ്ടി താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല? ഒരുപക്ഷെ ഭാവിയെ ഉള്ള പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവരെ ഒരു പരിഹാസത്തിൽ പറയുന്നില്ല, അങ്ങനെ ആരും തെറ്റിദ്ധരിക്കുന്നത്. അവരുടെ ജീവിതത്തിൽ നിന്ന് അവർ മനസ്സിലാക്കിയ കാര്യം പകൽ സമയത്ത് കുട്ടികളെ സുരക്ഷിതമായിട്ട് ഒരു സ്ഥലത്ത് ഇരുത്തണം. കാരണം ഇവരൊക്കെ തൊഴിലിന് പണിക്ക് പോകും. അപ്പൊ ആ സമയത്ത് വീട്ടിൽ ഒറ്റയ്ക്കാവുന്ന കുട്ടികൾ അതിനുവേണ്ടി മാത്രമായിരുന്നു ഒരു കാലത്ത് അവർ വിദ്യാലയങ്ങളിൽ ചേർത്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പഠിക്കുക എന്ന് പറയുന്നത് ഒരു രണ്ടാന്തരം ഏർപ്പാടായിട്ട് മാത്രമേ അവിടുത്തെ ആളുകൾ പൊതുവെ കണ്ടിരുന്നത്. അതോടൊപ്പമാണ് ഈ ആളുകൾ പഠിക്കണമെങ്കിലും ഒരു താല്പര്യം വേണ്ടി. നമ്മൾ
നമ്മൾ കൊടുക്കുന്ന അല്ലെങ്കിൽ കാസർഗോഡ് മുതൽ പാഠശാല വരെയുള്ള എല്ലാ കുട്ടികളും പഠിക്കേണ്ടത് ഒരു ഭാഷയാണ്, അതായത് മലയാളം. അപ്പൊ ആ മലയാള ഭാഷയിലുള്ള പാഠപുസ്തകം യഥാർത്ഥത്തിൽ ഒരു വിദേശ ഭാഷയായിട്ടാണ് ആ കുട്ടികൾക്ക് അനുഭവപ്പെടുന്നത്. അപ്പോഴാണ് ഈ പുസ്തകത്തിന്റെ കണ്ടന്റ് ചോർന്നു പോകാതെ അതിനെ ആ പ്രദേശത്തെ ഭാവിയിലുള്ള കുട്ടികൾ സംസാരത്തിൽ ഉപയോഗിക്കുന്ന ഭാഷയിലേക്ക് ഈ പുസ്തകത്തെ ഒഴിവാക്കി. അതിനുവേണ്ടി അദ്ദേഹത്തിന്റെ പഞ്ചായത്തിൽ ശില്പശാല നടത്തുകയുണ്ടായി. ആ ശില്പശാലയിലേക്ക് SCRT ആളുകൾ ധാരാളമായിട്ട് ആളുകൾ വരികയുണ്ട്. അങ്ങനെ മൊഴിമാറ്റം നടത്തിയപ്പോൾ ആ നേരത്തെ പറഞ്ഞില്ലേ, അവരുടേതായ സജ്ജീകരണം, അവരുടെ കവിതകളൊക്കെ ഉൾപ്പെടുത്തിയ പാഠം ഉൾപ്പെടുത്തുന്നുണ്ടാവും. യഥാർത്ഥത്തിൽ ഈ ഒരു കാര്യം വളരെ മുമ്പേ സന്തോഷം കണ്ടതാണ്. അങ്ങനെ ഒന്നിലെയും രണ്ടിലെയും പാഠപുസ്തകങ്ങൾ അദ്ദേഹം ഒഴിമാറ്റം നടത്തി. അത് ഏറെ ശ്രദ്ധ പിടിച്ചു. ഒരു പക്ഷേ കേരളത്തിൽ ആകമാനം ഒരു ഭാവി മോഡൽ പ്രവർത്തകരുടെ രൂപത്തിൽ ശ്രദ്ധ പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം ചെയ്തത് ഈ കുട്ടികളെ എന്ത് വേണം, പൊതുസമൂഹത്തോട് കാണിക്കണമെങ്കിൽ പൊതുസമൂഹത്തിലുള്ള ഒരു സ്ഥലങ്ങളിൽ കാണാനൊരു സൗകര്യമില്ല. അങ്ങനെയാണ് കോഴിക്കോട് ജില്ലയിലെ പേരാവലിക്കടുത്താണ് എനിക്ക് തോന്നുന്നത്, സ്ഥലം ഓർമ്മയില്ല, ആ ഒരു വിദ്യാലയവും ഈ ഭാവി വിദ്യാലയവും തമ്മിൽ തയ്യപ്പാണ്. അങ്ങനെ ഈ കുട്ടികൾ പരസ്പരം എക്സ്ചേഞ്ച് പഠിച്ചിട്ടല്ല, ഭാവിയിലെ കുട്ടികൾ അവിടുത്തെ ഈ കോഴിക്കോട് ജില്ല വിദ്യാലയത്തിലേക്ക് പോകുന്നു, അവിടുത്തെ കുട്ടികൾ ഭാവിയിലേക്ക് വരും. എന്നിട്ട് ഒരു അവിടെ സഹവാസ ക്യാമ്പുകൾ അവിടെ നടത്തുന്നു. അങ്ങനെ ആ സഹവാസ ക്യാമ്പിൽ നിന്ന് തങ്ങളുടെ പ്രദേശത്ത് ഇങ്ങനെയും കുട്ടികളുണ്ട് എന്ന് ഇവർ പരസ്പരം മനസ്സിലാക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഭാവിയിലുള്ള കുട്ടികളെ വിനോദയാത്ര, കടൽ തീവണ്ടി അത്ഭുതകരമായ ഒരു കാഴ്ചയായിട്ട് അവർക്ക് അനുഭവപ്പെട്ട കാലമായിരുന്നു. അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ധാരാളം പ്രവർത്തനങ്ങളിലൂടെയാണ് ഈ വിദ്യാലയത്തിലെ കുട്ടികളുടെ സാന്നിധ്യം ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് മാറ്റി ചെയ്തത്. അപ്പോഴേക്കും നമുക്കറിയാം കോവിഡ് മഹാമാരി പിടിപെട്ടു. അങ്ങനെ 2020 ആയപ്പോൾ നമുക്ക് ഇവിടെ ആരാണ് ഇന്ത്യക്ക എന്ന പേരിൽ ലക്ഷ്യത്തിൽ ഒരു കലാജാഥ എന്ന സമയത്താണ് സന്തോഷ് മാഷ് യഥാർത്ഥ സജീവമായിട്ട് വേണ്ട ആളാണ്. പക്ഷെ അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ നിമിത്തം ഇവിടെ വരാൻ വേണ്ടി കഴിഞ്ഞില്ല. ഇപ്പോഴാണ് അന്വേഷിച്ച് നമ്മൾ അദ്ദേഹത്തെ ഒരു വലിയൊരു രോഗം അദ്ദേഹത്തെ പിടിപെട്ടു എന്ന രീതിയിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ചികിത്സകളായിട്ട് അദ്ദേഹം പിന്നീട് പോയി. കോവിഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറേ സമ്പർക്കമില്ലായിരുന്നു. അതുകൊണ്ട് വലിയ ആളുകളാരും തന്നെ അറിഞ്ഞ ഒരവസ്ഥയുണ്ടായിരുന്നു. അതായത് അദ്ദേഹത്തിന്റെ അസാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടിരുന്നത് പറഞ്ഞ് നമുക്ക് വിശേഷിപ്പിക്കാം. അങ്ങനെ ഏറെ കാലത്തെ ചികിത്സയ്ക്ക് ശേഷം അദ്ദേഹത്തിന് ആരോഗ്യം തിരിച്ചു കിട്ടുന്ന ഒരവസ്ഥ ഒക്കെ വരികയുണ്ടായി. ഏതായാലും 2022 ജൂൺ 14 അദ്ദേഹം നമ്മോട് വിട പറയുകയുണ്ടായി. അപ്പൊ ഞാൻ ഈ തുടക്കത്തിൽ സൂചിപ്പിച്ചു, ഇദ്ദേഹത്തിന്റെ ഒരു അർത്ഥവിരാമമാണെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് മനസ്സിൽ ഓർമ്മ വരുന്നത് പഴയ MN വിജയമാഷിന്റെ വാക്കുകളാണ്. MN വിജയമാഷ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, അതായത് തീ പിടിപ്പിക്കാൻ ഉപയോഗിച്ച കമ്പോ കൊള്ളിയോ അത് കത്തിത്തീർന്നാലും തീ പിന്നെയും വ്യാപിച്ചുകൊണ്ടേയിരിക്കും. അതായത് ചിന്തയുടെ അഗ്നിബാധയെ ആത്മനാശത്തിന്റെ അംശമാണ്. പക്ഷെ അതിനർത്ഥം നിങ്ങൾ മറ്റുള്ളവരിലേക്ക് പടരുകയാണെന്നോ അല്ലെങ്കിൽ സ്വയം ഇല്ലാതായിട്ട് മറ്റുള്ളവരിൽ ജീവിക്കുന്നു എന്നുമാണ്. ഇതൊക്കെ തന്നെയായിരുന്നു സന്തോഷ് മാഷിന്റെ ഇങ്ങനെയുള്ള മാഷിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൈമുതൽ എന്ന് പറയുന്നത് പ്രതിബദ്ധത മാത്രമാണ്. ഇല്ലായ്മകളെ കുറിച്ചോ അല്ലെങ്കിൽ പരിമിതികളെ കുറിച്ചോ അദ്ദേഹം ചിന്തിച്ചിട്ടേ ഇടപെട്ട മേഖലകളിലൊക്കെ ആർക്കും അവഗണിക്കാൻ സാധിക്കാത്ത എന്തെങ്കിലും അടയാളങ്ങൾ അദ്ദേഹം അവിടെ അവശേഷിച്ചിട്ടുണ്ടാവും. ഈ പരിഷത്തിന്റെ പ്രവർത്തനത്തോടൊപ്പം തന്നെ അദ്ദേഹം വേറെ ചില മേഖലയിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു ചില സമയത്ത് അദ്ദേഹത്തിന്റെ പ്രവർത്തനം കാണുമ്പോൾ ഒരു തികഞ്ഞ ആക്ടിവിസ്റ്റ് ആയിട്ട് നമുക്ക് തോന്നും. അതേ സമയത്ത് നല്ല രീതിയിൽ നല്ല മൗലികമായ ചില ചിന്തകൾ പിന്തുടരുന്ന ആളുകളായിട്ട് തോന്നും. സന്തോഷ് മാഷിന്റെ ഒരു പ്രക്ഷോഭകാരിയെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കി 2022 നടന്ന അധ്യാപക ജീവ സമരകാലത്താണ്. സമാന 2022 സമാനതകളില്ലാത്ത സമരം എന്ന രീതിയിൽ ചരിത്രത്തിൽ രേഖപ്പെട്ട 35 ദിവസം നീണ്ടുന്ന സമരത്തിൽ ഒരുപക്ഷെ മാനന്തവാടി സബ് ജില്ലയില് അല്ലെങ്കിൽ മാനന്തവാടി താലൂക്ക് അതിലെ പ്രധാനപ്പെട്ട സുരേഷ് ബാബു കൂടെ ഉണ്ട്, അതുപോലെ KV ബാബു മാഷ്, സന്തോഷ് മാഷ്, ഇവര് 3 പേരായിരുന്നു അന്ന്. കാരണം ആ സമരം ഒരു സമരത്തെ അവഗണിക്കുന്ന സ്വഭാവം വന്നപ്പോൾ ഈ സമരത്തിന്റെ രൂപം മാറും, ഭാവം മാറും എന്നുള്ളത് മുദ്രാവാക്യത്തിൽ പറയുന്ന രൂപവും ഭാവവും മാറും. പക്ഷെ ആ
അതിന്റെ മുൻനിരയിൽ നിന്ന് അതിശക്തമായിട്ട് ഇതിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടി സന്തോഷ് മാഷിന്റെ ആ മുഖം ഇന്നും പല ആളുകൾ മനസ്സിലാവും. അന്ന് പൊതുസമൂഹത്തിൽ നിന്ന് ഇതിന്റെ കൂടെ സഖാവ് ഇ ജെ ബാബു അദ്ദേഹത്തെ മറക്കാൻ കഴിയില്ല. അപ്പൊ ഈ രൂപത്തിൽ ഉള്ള ഒരു നല്ലൊരു പ്രക്ഷോഭകാരിയുടെ ഒരു വേഷവും കൂടെ നമുക്ക് സന്തോഷ് മാഷിൽ കാണാൻ സാധിക്കും. പക്ഷെ അദ്ദേഹത്തിന് നടക്കാതെ പോയ സ്വപ്നം എന്ന് പറയുന്നത് അദ്ദേഹം റിട്ടയർ ചെയ്തതിന് ശേഷം നേരത്തെ മനോരഞ്ജൻ മാഷിലൂടെ സൂചിപ്പിച്ചതുപോലെ ഈ പാർശ്വവൽക്കരണ വിഭാഗത്തിന്റെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിന് സഹായിക്കുന്ന ചില പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകണമെന്ന് ഒരു ചിന്ത അദ്ദേഹത്തിന്. സുരേഷും ഞാൻ സന്തോഷ് മാഷും കൂടി വെച്ച് കൂടുമ്പോൾ അദ്ദേഹം ഈ കാര്യം മനസ്സിലാക്കിയത്. പക്ഷെ അതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങളൊക്കെ അദ്ദേഹം തുടക്കമിട്ടിരുന്നു. വളരെ പ്രതീക്ഷിതമായിട്ടാണ് അദ്ദേഹത്തിന്റെ രോഗം ഈ പ്രദേശങ്ങളിലൊക്കെ ഇല്ലാതെയാക്കി. ഏതായാലും വാസ്തവത്തിൽ സന്തോഷ് മാഷ് നമ്മുടെയൊക്കെ കൂടെ തന്നെ ഉണ്ട് എന്ന് നമുക്ക് നമ്മൾ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം അവശേഷിപ്പിച്ച ചില സംഗതികൾ അറിയാതെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ അറിയാതെ പിന്തുടരുന്നതാണ്. അതുകൊണ്ട് തന്നെ അതാണ് മുഖ്യമെന്ന് പറയാമെങ്കിലും മാഷിന്റെ ഈ ഭൂമിയിലെ ജീവിതം ഒരു പരാജയമായിരുന്നില്ലെന്ന് നമുക്ക് ഉറപ്പിച്ചുണ്ടായിരുന്നു. പ്രകൃതിയുടെ പാഠമനുസരിച്ച് മുന്നോട്ട് ഒഴുകുന്ന നദി പോലെയായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം. അവസാനമായി സൂചിപ്പിക്കാനുള്ളത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണം എന്നൊക്കെ പറയുന്ന സർക്കാരിന്റെ നയങ്ങൾ ആണ് കാരണമെങ്കിലും ഒരുപക്ഷെ സാമൂഹിക മണ്ഡലത്തിൽ സന്തോഷ് മാഷിനെ പോലെയുള്ളവർ നടത്തിയ ചില ത്യാഗങ്ങൾക്കും അദ്ദേഹം ഉയർത്തിവിട്ട ചില ബദലുകൾക്കും ഈ പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിൽ ഒരു നിർണായക പങ്കുണ്ട് എന്നാണ് തോന്നുന്നത്. അതോടൊപ്പം തന്നെ സന്തോഷ് മാഷ് അദ്ദേഹത്തിന്റെ ജീവിതം കൊണ്ട് നമ്മളെ പഠിപ്പിച്ചത് നമുക്ക് സത്യസന്ധരായി ജീവിക്കണമെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാടുകളെ നിരന്തരം പുതുക്കിക്കൊണ്ടേണ്ടതായിരുന്നു. ഒരുപക്ഷെ നമുക്ക് ഇഷ്ടമുള്ള സംഗതി ആയിരിക്കില്ല, ചർച്ചക്കാര്യങ്ങൾ മാറി ഇടയ്ക്കിടയ്ക്ക് മാറുക എന്നുള്ളതല്ല അതിന്റെ അർത്ഥം. എന്നിരുന്നാലും ഈ പുതുക്കിപ്പണിയാൻ അതിനായിട്ട് ആത്മാർത്ഥമായ ശ്രമം അത് അത്യന്താപേക്ഷിതമാണ്. സന്തോഷ് മാഷി ജീവിതം കൊണ്ട് നമ്മളെ പഠിപ്പിച്ചത് ഇതൊക്കെ തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. നേരത്തെ സൂചിപ്പിച്ചു പി വി സന്തോഷ് മാസ്റ്ററുടെ ഓർമ്മയ്ക്കായി പരിഷത്ത് മാനന്തവാടി മേഖലാ കമ്മിറ്റി ഒരു പുരസ്കാരം ഏർപ്പെടുത്തണമെന്നുള്ള ചർച്ചയുണ്ടായത് 2ാം ചരമവാർഷിക എന്നതിനോടനുബന്ധിച്ചാണ്. അതിന് മുന്നോടിയായിട്ടാണ് അന്ന് എങ്ങനെയുള്ള പുരസ്കാരമാണ് നൽകേണ്ടതിൽ എന്നുള്ള ചർച്ചയുടെ ഭാഗമായി ഗോത്രവർഗ മേഖലയിൽ പ്രത്യേക ഇടപെടലുകൾ എന്നുള്ളതായിരുന്നു അന്ന് തിരഞ്ഞെടുക്കപ്പെട്ട വിഷയം. അതിന്റെ ഭാഗമായിട്ടാണ് 1ാമത് പുരസ്കാരം തോൽപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനായിരുന്ന ശ്രീ പി എ ജയറാമൻ 2ാം ചരമവാർഷികത്തിന്റെ ഭാഗമായിട്ട് നൽകാനിടയായത്. 3ാം ചരമവാർഷികത്തിന്റെ അനുസ്മരണത്തിന് മുന്നോടിയായി ഇത്തവണത്തെ അവാർഡ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുന്നതിന് പ്രത്യേക കമ്മിറ്റി പ്രവർത്തിച്ചിരുന്നു. ആ കമ്മിറ്റി നിരവധിയായ പ്രവർത്തനങ്ങൾ പരിശോധിക്കട്ടെ. അതിൽ തൊണ്ടനാട് പഞ്ചായത്തിന്റെ ഒപ്പം ബത്തേരി മുനിസിപ്പാലിറ്റിയുടെ പ്രത്യേക ഡ്രോപ്പ് ഔട്ട് ഫ്രീ പ്രവർത്തനം, അതുപോലെ തന്നെ വയനാട് ജില്ലയിൽ 10ാം തരത്തിന്റെ വിജയ ശതമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടി നടത്തിയിരുന്ന വയനാട് DU ആയിരുന്ന ശ്രീ ശരചന്ദ്രൻ KS പ്രവർത്തനം, അതോടൊപ്പം തന്നെ ഗോത്രദീപം ആദിവാസി ഗ്രന്ഥാലയത്തിന്റെ പ്രവർത്തനം, ഈ പ്രവർത്തനങ്ങളൊക്കെ പരിശോധിച്ച് ആ സമിതി ഒരു പ്രത്യേക ആലോചന നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് ഈ വർഷത്തെ പുരസ്കാരം ഗോത്രദീപം ആദിവാസി ഗ്രന്ഥാലയത്തിന് പ്രഖ്യാപിക്കണമെന്ന പ്രത്യേക തീരുമാനമെടുത്തത്. ഈ ഘട്ടത്തിൽ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മാനന്തവാടി മേഖലാ കമ്മിറ്റി നടത്തുന്ന പ്രഖ്യാപനത്തിന്റെ പുരസ്കാര ബഹുമതി പത്രം നിങ്ങളുടെ മുമ്പാകെ വായിക്കുകയാണ്. പാർശ്വവൽക്കൃത വിഭാഗത്തിൽപ്പെടുന്ന വിദ്യാർത്ഥികളുടെ സാമൂഹിക പുരോഗതിക്ക് വേണ്ടി മൗലികമായ പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ച് താൻ ജോലി ചെയ്തിരുന്ന വിദ്യാലയങ്ങളിൽ നടപ്പാക്കാൻ നേതൃത്വം നൽകിയ ശ്രീ പി വി സന്തോഷ് മാഷ്, അധ്യാപകന് സമൂഹം ചാർത്തിക്കൊടുത്ത പരമ്പരാഗത അച്ചടക്കത്തിന്റെ മേലങ്കിയില്ലാതെ ചുളിഞ്ഞ മുണ്ടും തോളിൽ തൂങ്ങിയ സഞ്ചിയും അവിടെയായി നരച്ച താടിയും മീശയുമായി പരിസരങ്ങളെ നിഷ്പ്രഭമാക്കുന്ന അലസമായ മണ്ഡലാസത്തോടെ നമ്മുടെ ഇടയിൽ വിരാജിച്ചിരുന്ന സന്തോഷ് മാഷ് ജനകീയ ശാസ്ത്ര പ്രവർത്തകൻ, അധ്യാപക സംഘടനാ നേതാവ് എന്നീ നിലകളിൽ വ്യക്തിമുദ്ര പ്രവർത്തിച്ചു.
കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ വിദ്യാഭ്യാസ ഉപസമിതി സംസ്ഥാനതല കൺവീനർ, ജില്ലാ സെക്രട്ടറി, പ്രസിഡന്റ് എന്നീ നിലകളിൽ പദവികൾ വഹിച്ചിരുന്ന അദ്ദേഹം ബദൽ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെ ആവിഷ്കർത്താവായിരുന്നു. 2022 ജൂൺ 14 അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞു. സന്തോഷ് മാഷിന്റെ സ്മരണ നിലനിർത്താൻ പാർശ്വവൽക്കൃത മേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ നേതൃത്വം നൽകുന്ന ഗ്രന്ഥാലയത്തിന് ഈ വർഷം PV സന്തോഷ് മാസ്റ്റർ സ്മാരക പുരസ്കാരം നൽകി ആദരിക്കാൻ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മാനന്തവാടി മേഖലാ കമ്മിറ്റി തീരുമാനമെടുത്തു. മാഷിന്റെ 3ാം ജന്മവാർഷിക ദിനത്തിൽ 2ാം പുരസ്കാരം സമർപ്പിക്കുന്നത് വയനാട് ജില്ലയിലെ എടവക ഗ്രാമപഞ്ചായത്തിലെ വാർഡ് നമ്പർ 9 പൂളയ്ക്കൽ പ്രദേശത്ത് പ്രവർത്തിക്കുന്ന ഗോത്രദീപം ആദിവാസി ഗ്രന്ഥാലയത്തിനാണ്. നെച്ചോട്ടി, മുക്കത്ത്, പൂളയ്ക്കൽ, ചെറുവയൽ എന്നീ ഉന്നതികളിലെ പണിയ, കുറിച്ച വിഭാഗങ്ങളിലെ യുവജനങ്ങൾ നേതൃത്വം നൽകുന്ന സ്ഥാപനമാണ് ഗോത്രദീപം. പണിയ, കുറിച്ച, ഗോത്ര വിഭാഗത്തിലുള്ളവർ ഭൂരിപക്ഷമുള്ള പ്രദേശമാണ് ഇത്. എല്ലാ വർഷവും പ്രളയവും ഏറെ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന മേഖല കൂടിയാണിത്. പ്രദേശത്തുള്ള ഏക പൊതു ഇടം കൂടിയാണ് ഗോത്രദീപം. വളരെ പിന്നാക്കം നിൽക്കുന്ന ഈ മേഖലയിലെ സാംസ്കാരിക വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ഗോത്രദീപം ഗ്രന്ഥാലയമാണ്. നിരവധി പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ച ഗോത്രദീപം ആദിവാസി ഗ്രന്ഥാലയത്തിന് സന്തോഷ് മാസ്റ്റർ സ്മാരക പുരസ്കാരം 2025 പ്രഖ്യാപിക്കുന്നു. സെക്രട്ടറി P. കുഞ്ഞികൃഷ്ണൻ, പ്രസിഡന്റ് M. മണികണ്ഠൻ, കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് 14/6/2025. ഈ പുരസ്കാരം നൽകുന്നതിന് വേണ്ടി വയനാട് ജില്ലയിലെ പരിഷത്തിന്റെ ഏറ്റവും മുതിർന്ന പ്രവർത്തകരും നേതൃത്വത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന പ്രൊഫസർ ബാലഗോപാൽ മാസ്റ്ററോട് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ലൈബ്രറിയുടെ പ്രവർത്തകരെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രതീഷ് ലൈബ്രറിയുടെ മുഖ്യ സംഘാടകനാണ്. പ്രസിഡന്റായിട്ടുള്ള ഹരീഷ്, അതുപോലെ തന്നെ സെക്രട്ടറി ആയിട്ടുള്ള ഹരിത, കൂടാതെ മുഴുവൻ പ്രവർത്തകരോട് എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എടവക ഗ്രാമപഞ്ചായത്തിലെ പ്രിയപ്പെട്ട മെമ്പർ ശ്രീ CM സന്തോഷ് കൂടി ഈ വേദിയിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ പുരസ്കാരത്തിന്റെ വിതരണത്തിന്റെ ഭാഗമായി സന്തോഷ് മാസ്റ്ററുടെ പത്നി യമുന ടീച്ചർ ഗോത്രദീപം ആദിവാസി ഗ്രന്ഥാലയത്തിന് പ്രത്യേക ഒരു ക്യാഷ് അവാർഡ് കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൂടി ഈ അവസരത്തിൽ ഇവിടെ വെച്ച് നൽകുകയാണ്. എല്ലാവരും നിങ്ങളുടെ ബന്ധുക്കളിലേക്ക് ഇവിടെ കയറുന്നില്ല. പുരസ്കാരം സംബന്ധിച്ചുകൊണ്ടുള്ള ഇരട്ടി മധുരത്തോടെയാണ് ഇവിടെ ഞാൻ ഈ സമയം ചെലവഴിക്കുന്നത്.
ഒന്നെൻ്റെ പ്രിയ സുഹൃത്തായ പി സന്തോഷ് മാഷെ അനുസ്മരിക്കുന്ന ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷമാണ്. ഈ ചുരുങ്ങിയ സമയത്തിനിടയിൽ വളരെ മനോഹരമായി ഒരു സെമിനാർ സംഘടിപ്പിക്കാൻ കഴിഞ്ഞത് മാനന്തവാടിയിലെ സാഹിത്യ പരിഷത്തിന് പ്രവർത്തകർക്കുള്ള ഒരു തൂവലാണ്, പൊൻതൂവൽ. അത് ഞാൻ അവരെ ആദ്യമായിട്ട് അഭിനന്ദിക്കുക. രണ്ടാമത്തെ കാര്യം, ഗോത്രവർഗ മേഖലയിൽ വളരെ നന്നായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ലൈബ്രറി. അത് നന്നായി പ്രവർത്തിക്കുന്നതെന്ന് ഞങ്ങൾ പറയുന്നത് ഈ വന്നിരിക്കുന്ന എൻ്റെ മുന്നിലിരിക്കുന്ന കുട്ടികളുടെ ആഹ്ലാദം കാണുമ്പോഴാണ്, ചിരിക്കുന്ന മുഖങ്ങൾ കാണുമ്പോൾ. നമ്മൾക്ക് ആത്മാവിലേക്ക് സന്തോഷം പകരുന്ന ഒരു പ്രവർത്തനം നടത്താൻ കഴിയുന്നു എന്നുള്ളത് ഒരു പ്രസ്ഥാനത്തിൻ്റെ വലിയ വിജയമായി ഞാൻ കാണുന്നു. അത് ലൈബ്രറിയുടെ പ്രവർത്തന തലത്തിൽ വിജയിച്ചിട്ടുണ്ട്. ഇനി വിജയിച്ചുകൊണ്ടേ ഇരിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഈ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിക്കുകയാണ്. ഇവിടെ ഗോത്രദീപം ഗ്രന്ഥാലയം തന്നെ അവാർഡ് നൽകുകയുണ്ടായി. ഗ്രന്ഥാലയത്തിൻ്റെ ചരിത്രമൊക്കെ മാനന്തവാടികൾക്ക് നന്നായിട്ട് അറിയാം. ഈ ഒരുവിധം എല്ലാവരും ആ പ്രവർത്തനങ്ങളോട് ചേർന്ന് നിൽക്കുന്നവരാണ്. ഈ അവാർഡ് ഏറ്റുവാങ്ങി സംസാരിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട മാനന്തവാടിയിലെ പ്രധാന നമ്മുടെയൊക്കെ സുഹൃത്തും സംസ്കാര രംഗത്ത് വളരെ സജീവമായി നിൽക്കുകയും ചെയ്യുന്ന പ്രതീക്ഷിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, എല്ലാവരും വളരെ പ്രിയപ്പെട്ടതാണ്. വളരെ കുറച്ച് മുഖങ്ങളെ പരിചയമില്ലാത്തതുള്ളൂ. ശരിക്കും ഞാനല്ല ഈ വേദിയിലൂടെ സംസാരിക്കേണ്ടത്. ഒരു എന്താ പറയേണ്ടത്, ഭയങ്കര കൺഫ്യൂഷൻ. 2016 ശരിക്കും ഗോത്രദീപം വായനശാലയുടെ തുടക്കം. അതിന് വേദിയായത് കുറേ വർഷങ്ങളായിട്ട് മാനന്തവാടി പഠിച്ച ഗ്രന്ഥാലയത്തിൻ്റെ ഭാരവാഹിയായിട്ടും പ്രവർത്തകരൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം ലൈബ്രറിയുടെ ഓഫീസ് റൂമിലിരുന്ന് സംസാരിക്കുന്ന സമയത്ത് ലൈബ്രറി ഡിപ്പാർട്ട്മെൻറ്റിൽ അന്ന് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ സുഹൃത്ത് കൂടിയായ അഖില സോഷ്യൽ വർക്കറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് അവർക്ക് കമ്പനിയെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല. അപ്പോൾ കുട്ടി ഇങ്ങനെ ലൈബ്രറി എന്ന് പറഞ്ഞ കുളയ്ക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടുത്തെ കുറച്ച് ഉന്നതികളിൽ പോയി കുട്ടികളെ കണ്ടു. അവിടെ ഒരു ചെറിയ ക്ലബ്ബ് ഇങ്ങനെ കൂട്ടിക്കിടക്കുന്നുണ്ട്. അതിന് നമുക്കൊന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കണം പ്രതീക്ഷകളാണ്. ആ ഒരു തുടക്കത്തിൽ നിന്നാണ് ശരിക്കും 2016 ഒക്ടോബർ മാസം ഗോത്രദീപം എന്ന പേരിൽ വായനശാല രൂപം കൊള്ളുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ഒരുപക്ഷെ നാട് അത് ആഗ്രഹിക്കുന്നുണ്ടാവണം. ആ നാടിൻ്റെ ആഗ്രഹത്തിൽ ഒരുമിച്ച് കൂടെ നിൽക്കാൻ ആ നാട്ടിലുള്ള പ്രത്യേകിച്ച് കുട്ടികളും സ്ത്രീകളും വളരെ സജീവമായിട്ട് എല്ലാ സമയങ്ങളിലും, എനിക്ക് തോന്നുന്നു മറ്റേതൊരു വായനശാലയ്ക്കും അവകാശപ്പെടാൻ പറ്റാത്ത തരത്തിലേക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടെ ആരുടെയെങ്കിലുമൊക്കെ ചലനങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. രാത്രികളിൽ വീട്ടിലെ പണിയൊക്കെ തീർത്തിട്ട് ചേച്ചിമാരൊക്കെ വന്ന് അവരുടെ നൃത്ത രൂപങ്ങൾ പഠിക്കുകയും പരിശീലിക്കുകയും ചെയ്യുന്നു. രാവിലെ മുതൽ വൈകുന്നേരം വരെ കുട്ടികൾ അവിടെ ഉണ്ടാകും. അപ്പം അതിനുള്ള ഭൗതിക സൗകര്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതൊക്കെയായിരുന്നു കുറേ കാലത്തെ നമ്മളുടെ വെല്ലുവിളികൾ. പക്ഷേ ഞങ്ങൾ അന്വേഷിച്ച് തുടങ്ങുന്നതിന് മുമ്പേ പലപ്പോഴും ഈ സൗകര്യങ്ങളൊക്കെ നമ്മളെ തേടി വരികയാണ് ചെയ്തിട്ടുള്ളത്. വലിയൊരു ഹാളുണ്ടാക്കിയതാണെങ്കിലും, ബ്ലോക്ക് പഞ്ചായത്ത് ഇപ്രാവശ്യം പരിശീലന ഹാൾ തന്നതാണെങ്കിലും, ലൈബ്രറി കൗൺസിൽ ആവശ്യത്തിനുള്ള മൈക്കും സംവിധാനങ്ങളും തന്നതൊക്കെ ആണെങ്കിൽ പോലും നമ്മളെന്താണോ ആഗ്രഹിക്കുന്നത് ആ സമയത്ത് നമ്മളൊരാളോട് ചോദിക്കുന്നതിന് മുമ്പേ ഇതൊക്കെ നമ്മളെ തേടി വരുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു വായനശാല എന്ന നിലയിൽ അതിനെ ഒരു വായനയുടെ കേന്ദ്രമാക്കി മാറ്റുന്നത് നമുക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് വസ്തുത തന്നെയാണ്. നമ്മളിപ്പോൾ ആഗ്രഹിക്കുന്ന ഒരു സാധനം ആ നാട്ടിലുള്ള ആളുകളെ വായനയുടെ പക്ഷത്തേക്ക് എത്തിക്കുന്നതിന് പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള കുറച്ച് പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ള തരത്തിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. ഡ്രോപ്പ് ഔട്ടിനെ കുറിച്ചൊക്കെ വലിയ ചർച്ചകൾ നടക്കുന്ന സമയത്ത് നമുക്കവിടെ 2 പണിയാം സെറ്റിൽമെൻ്റാണുള്ളത്. നെച്ചോളി സെറ്റിൽമെൻറ്റ് 10-40 വീടുകളുണ്ട്. പൂർണ്ണമായിട്ടും നമുക്ക് അവിടുത്തെ പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇടപെടാൻ പറ്റുന്നില്ല എങ്കിൽ പോലും ഇത്രയും വീടുകളും ഇത്രയും കുട്ടികളുടെ സ്ഥലത്ത് 1-2 കുട്ടികളിൽ ആ
തുടർച്ചയായിട്ട് സ്കൂളിൽ പോകുന്ന 1-2 കുട്ടികൾ മാത്രമേ കുറവ് വന്നിട്ടുള്ളൂ. ബാക്കി മുഴുവൻ കുട്ടികൾ സ്കൂളിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. കാരണം അവർ നിരന്തരം അകലെയൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. നമ്മൾ ഈ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലേക്ക് കുട്ടികളെ എങ്ങനെ എത്തിക്കും എന്നുള്ളതിനെ കുറിച്ചൊക്കെ ആലോചിക്കുന്ന സമയത്ത് നമ്മൾ അവർക്ക് താല്പര്യമുള്ള എന്താണോ അതിലെ കൂടെ അവരെ പുസ്തകങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയ വന്ന കാലത്ത് റീൽസുകൾ വളരെ സജീവമായിട്ട് പങ്കെടുക്കുന്ന കുട്ടികളാണ്. WLF-ന്റെ വേദികളിലൊക്കെ ഗോത്രദീപത്തിലെ കുട്ടികൾ നിറഞ്ഞു നിന്നിരുന്നു. അപ്പം അതിനൊക്കെ കാരണമായിട്ടുള്ള ഒരു കേന്ദ്രം എന്ന നിലയിൽ ഗോത്രദീപത്തിനെ വളർത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. എന്താ പറയേണ്ടതൊരു കൺഫ്യൂഷൻ. എന്തായാലും എനിക്ക് വളരെ അധികം സന്തോഷമുണ്ട്. വേദിയിലുള്ള എല്ലാം പ്രിയപ്പെട്ട സുഹൃത്തുക്കളാണ്. ഞാൻ ഈ സാംസ്കാരിക മേഖലാ പ്രവർത്തനങ്ങൾക്കൊക്കെ തുടക്കം കുറിക്കാൻ കൂടി കാരണമായിട്ടുള്ള സുരേഷ് ബാബു അടക്കമുള്ള ആളുകൾ ഇവിടെയുണ്ട്. സന്തോഷ് മാഷിൻ്റെ കൂടെ കുറേ കാലം പ്രവർത്തിക്കാൻ പറ്റിയിട്ടുള്ള ആളുകളാണ്. പാലിയട സ്കൂളിലെ പ്രധാനപ്പെട്ട അധ്യാപകനായിരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഒരു 3-4 തവണ ഒരു വർഷം ഞാൻ ആ സ്കൂളിലെ കുട്ടികളോട് സംവദിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. നെല്ലൂർനാട് UP സ്കൂളിൽ സാറുള്ള സമയത്തും സജീവമായിട്ട് എനിക്ക് സ്കൂളിലെ കുട്ടികളോട് സംസാരിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ബോർഡ് സ്കൂളിൽ പഴശ്ശി ബാലവേദിയുടെ രക്ഷാധികാരി എന്ന നിലയിൽ പ്രവർത്തിക്കുമ്പോൾ സാറിൻ്റെ 2 കുട്ടികളും എൻ്റെ ഇടം കൈയിലും വലം കൈയിലും ഉണ്ടായിരുന്ന 2 കുട്ടികളാണ്. അപ്പം അന്ന് മുതലേ സാറും ടീച്ചറും ഒക്കെ ആയിട്ടുള്ള ബന്ധമുണ്ട്. അവരൊക്കെയാണ് ഒരു പക്ഷേ എന്നെ ഈ മേഖലയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി കൈപിടിച്ച് ഉയർത്തിയിട്ടുള്ള ആളുകൾ. എല്ലാവർക്കും വളരെ സ്നേഹത്തോടുകൂടി ഈ അവസരത്തിൽ ഗോത്രദീപത്തിലെ ഈ ഒരു വേദിയിലേക്ക് സന്തോഷ് മാഷിൻ്റെ ഓർമ്മപ്പെടുത്തലുകൾ ഗോത്രദീപത്തിൽ നിലനിർത്താൻ പറ്റുന്ന തരത്തിലുള്ള ഉപഹാരം ഞങ്ങൾക്ക് തന്നതിനുള്ള അഭിമാനവും സന്തോഷവും അറിയിക്കുന്നു. എല്ലാവരോടും ഉള്ള നന്ദി കടപ്പാടും. 2ാമത്തെ അവാർഡാണ് 2025 ഗോത്രദീപത്തെ തേടി വരുന്നത്. അക്ഷര പുരസ്കാരം ലൈബ്രറി കൗൺസിലിന്റെ മാനന്തവാടി താലൂക്കിലെ മികച്ച ഗ്രന്ഥാലയത്തിനുള്ള അവാർഡ് കഴിഞ്ഞ മാസം ഏറ്റുവാങ്ങി. തൊട്ട് പുറകെ സന്തോഷ് മാഷിന്റെ പുരസ്കാരം കിട്ടുമ്പോൾ സത്യത്തിൽ എൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ തീയാളുകയാണ്. കാരണം സന്തോഷ് മാഷിനെ പോലെയുള്ള ഒരാളുടെ അവാർഡ് മേടിച്ച് ലൈബ്രറി ഹാളിൽ കൊണ്ടുപോയിരിക്കുന്ന സമയത്ത് അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണേണ്ടി വരുന്ന സമയത്ത് ആ ഒരു ഊർജം അവിടെ നിലനിർത്താൻ പറ്റുമോ എന്നുള്ള പേടിയുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിലെ സാംസ്കാരിക മേഖലകളിൽ നിന്നൊക്കെ ആളുകൾ മാറി മാറി പോകുന്നു. കുട്ടികളിലൊക്കെ വായനയുടെ തലത്തിൽ നിന്ന് മാറി സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി മറ്റു പല ലഹരികളിലേക്ക് പോകുന്ന ഒരു കാലത്ത് വായനയും സാംസ്കാരിക പ്രവർത്തനവും നാടിൻ്റെ നന്മയും ഈ മനസ്സുകളിൽ നിലനിർത്തുന്നത് ഒരു ലഹരിയാക്കി മാറ്റുക എന്ന് പറയുന്നത് വലിയ ഒരു വെല്ലുവിളിയാണ്. ഒരു നാട്ടിലെ കുറേ ആളുകളും അവിടുത്തെ ജനപ്രതിനിധികളൊക്കെ മുഴുവൻ സമയവും നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്കും ആവശ്യം. സാറിൻ്റെ ആ ഒരു ഊർജവും എനർജിയും നമുക്ക് കൂടുതൽ പ്രവർത്തനത്തിനുള്ള മുതൽക്കൂട്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. സന്തോഷം. വേദിയിൽ സദസ്സിലും ബഹുമാന്യരെ, കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ പ്രധാന പ്രവർത്തകരിൽ ഒരാളായിരുന്നു സന്തോഷ് മാഷ്. മാഷ് മാനന്തവാടിയിലെ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തിയ ഒരാളാണ്. പ്രിയ സുഹൃത്തിൻ്റെ ആകസ്മികമായ ഇടപെടൽ പരിഷത്ത് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഇന്നും അംഗീകരിക്കാൻ അവർക്കാകാത്തതാണ്. അതുകൊണ്ട് തന്നെ അനുസ്മരണം എന്ന് പറയുന്നത് കേവലമായി പറഞ്ഞു പോകേണ്ടതല്ല എന്നും ശാസ്ത്ര സാഹിത്യ പരിഷത്തിലൂടെ സന്തോഷ് മാഷ് മുന്നോട്ട് വെച്ച ആശയങ്ങളെ പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ചിന്തയിൽ നിന്നാണ് ഒന്നാമത്തെ അനുസ്മരണം മുതൽ തന്നെ ഇത്തരത്തിൽ കാലിക പ്രാധാന്യമുള്ള വിഷയങ്ങളിൽ പ്രഭാഷണങ്ങളും സെമിനാറുകളും നടത്തി മാനന്തവാടി മേഖലാ കമ്മിറ്റി പരിപാടികൾ നടത്തുന്നത്. ഇത്തവണ അത് ഗോത്രവർഗ മേഖലയിലെ പ്രശ്നങ്ങൾ എന്ന വിഷയത്തിലുള്ള സെമിനാറിനോടൊപ്പം കഴിഞ്ഞ വർഷം മുതൽ ഈ മേഖലയിൽ തനത് പ്രവർത്തനം കാഴ്ചവെക്കുന്ന സംഘടനകൾക്ക്, വ്യക്തികൾക്ക് അവരെ അഭിനന്ദിക്കണം എന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തവണ ഗോത്രദീപം ഗ്രന്ഥാലയത്തിന്
ഈ അവാർഡ് നൽകിയത്. ഗോത്രദീപം ഗ്രന്ഥാലയത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ 2 തവണയാണ് അവിടെ പോയിട്ടുള്ളത്. ആ 2 തവണയും അവർ നൽകിയ മനോഹരമായ രുചികരമായ ആ കാപ്പിയാണ് എൻ്റെ ഓർമ്മയിലുള്ളത്. അത് അവരുടെ മുഴുവൻ ആ പ്രവർത്തനത്തിൻ്റെ മുഴുവൻ സത്തയും ആവാഹിച്ചെടുത്തുകൊണ്ടാണ് അവർ അവിടെ വരുന്നവരെ സ്വീകരിക്കാറ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു ജൈവികത അവരുടെ പ്രവർത്തനത്തിൽ. വർത്തമാനകാല സമൂഹം എന്ന് പറയുന്നത് അവരിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടുന്ന ഒരു കാലഘട്ടത്തിൽ ചുറ്റുപാടുകളെ സ്നേഹിക്കാൻ, പരിസ്ഥിതിയെ സ്നേഹിക്കാൻ, മനുഷ്യനെ സ്നേഹിക്കാൻ ആർദ്രതയും അനുതാപവും സഹതാപവും സ്നേഹവുമുള്ള ഒരു സമൂഹം എങ്ങനെ സൃഷ്ടിക്കപ്പെടാൻ കഴിയുമെന്നുള്ള ചിന്ത അവിടെ ഓരോ പ്രവർത്തകർക്കുമുണ്ട് എന്നുള്ളതാണ് ആ ഗ്രന്ഥാലയത്തിൻ്റെ പ്രത്യേകത. അതിന് നേതൃത്വപരമായ പങ്ക് വഹിക്കുന്ന പ്രതീക്ഷയുണ്ട്, സന്തോഷമുണ്ട്, മറ്റ് പ്രവർത്തകരെല്ലാവരുമുണ്ട്. അവരെല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് കഴിയട്ടെ എന്നും സന്തോഷ് മാഷ അനുസ്മരണം, ആ അനുസ്മരണത്തിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇത് തന്നെയാണെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ആശംസകളുമായി പരിഷത്തിന്റെ ജില്ലാ പ്രസിഡന്റ് ശ്രീ പി അനിൽകുമാർ. പ്രിയമുള്ളവരെ, നമ്മുടെ ചുറ്റുപാടത്ത് പല അനുഷ്ഠാനവും അക്ഷരാർത്ഥത്തിൽ തന്നെ ചടങ്ങുകളായി കാണുന്ന അവസരത്തിലാണ് സന്തോഷ ഭാഷ ഓർമ്മയും ചെക്ക് ഓർമ്മ പുതുതായി കാണുന്നത്. സന്തോഷ ഭാഷയുടെ വേർപാടുകൾ വേദനിപ്പിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഈ വർഷത്തെ അനുസ്മരണത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു. 3 പങ്കാളിത്തങ്ങളുടെ വളരെ വ്യത്യസ്തമായ രീതിയിൽ പതിവുകൾക്കപ്പുറം ഒട്ടേറെ പേര് പങ്കാളികളാകുന്നതെന്ന് മാത്രമല്ല, ആദ്യ അനുസ്മരണ ദിനത്തിൽ തന്നെ 2ാമത്തെ ദിനാചരണത്തിൽ എത്രത്തോളം അദ്ദേഹം പ്രവർത്തിച്ച മേഖലയിൽ ഇടപെടാമെന്നത് സംബന്ധിച്ച് മേഖലാ കമ്മിറ്റി ആലോചന നടത്തുകയും അദ്ദേഹത്തിൻ്റെ പേരിൽ ഏർപ്പെടുത്തി ആ രംഗത്ത് പ്രവർത്തിച്ചതിന് ചർച്ചാവലി കൊടുക്കുകയുണ്ടായി. 3ാം വർഷമാണ് നമ്മളിപ്പോൾ അതൊരു ലൈബ്രറിയുടെ തെരഞ്ഞെടുത്തുകൊണ്ട് അവർക്ക് നൽകുകയും വളരെ വിപുലമായ രീതിയിൽ തന്നെ വിഷയവുമായി ബന്ധപ്പെട്ട പരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്നത്. ഈ പങ്കാളിത്തമൊക്കെ തന്നെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് സന്തോഷ് മാഷും അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനവും വിതച്ചു പോയത് പദ്ധതികളല്ല, കരുത്തറ്റ വിത്തുകൾ തന്നെയാണ്. അത് തഴച്ച് വളരുമെന്ന് നമുക്കൊക്കെ തന്നെ പ്രതീക്ഷ തരുന്നതാണ് ഈ പങ്കാളിത്തം. ഇതിൻ്റെ സംഘാടകരായ മാനന്തവാടി മേഖലാ കമ്മിറ്റിയുടെ മുഴുവൻ പ്രവർത്തകരെയും അതുപോലെ ഇവിടെ സന്നിഹിതരായ മുഴുവൻ ആളുകളിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് വയനാട് ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ജില്ലാ സെക്രട്ടറി ശ്രീ കെ പി സുനിൽകുമാർ. സുഹൃത്തുക്കളെ, സന്തോഷ് മാഷ് അനുസ്മരണം അദ്ദേഹത്തിന് ഏറ്റവും യോജിച്ച രീതിയിൽ തന്നെ ഒരു നല്ലൊരു വിഷയമെടുത്ത് ഇവിടെ മനോഹരമായിട്ട് അവതരിപ്പിക്കാൻ വേണ്ടി മുന്നോട്ട് വന്ന മാനന്തവാടി മേഖലാ കമ്മിറ്റിയും അതേപോലെ തന്നെ ഈ ഒരു വിഷയത്തിൽ അനുമോദനത്തിനായി സെലക്ട് ചെയ്ത ലൈബ്രറിക്കും എല്ലാവിധ അനുമോദനങ്ങളും നൽകിക്കൊണ്ട് എൻ്റെ വാക്ക് അവസാനിക്കും. ആശംസകൾ അർപ്പിക്കുന്നു മാനന്തവാടി യൂണിറ്റ് പ്രസിഡന്റ് ശ്രീ എ സി നാരായണൻ. എന്തുകൊണ്ടും എടുത്തു പറയാവുന്ന ഒരു ചടങ്ങാണ് ഈ സന്തോഷ് മാഷ അനുസ്മരണം. അദ്ദേഹത്തെ ഞാൻ കാണുന്നത് ഒരു ഭാഗത്ത് സഞ്ചി തൂക്കി കൊണ്ടുവരുത്ത് നടന്നു പോകുന്ന ഒരു മനുഷ്യനായിട്ടാണ്. എല്ലാ പ്രവർത്തനങ്ങളിലും അദ്ദേഹത്തിലൂടെ അവതരിപ്പിച്ച കാര്യങ്ങളിലൊക്കെ തന്നെ അദ്ദേഹത്തിന് വിവിധങ്ങളായ കഴിവുകൾ ഇവിടെ അവതരിപ്പിച്ചു. അതൊക്കെ തന്നെ ശരിയാണ്. അത് ഞാൻ കാണുന്നത് അദ്ദേഹം നല്ലൊരു മനുഷ്യനായിരുന്നു എന്നുള്ളതാണ്. പ്രകൃതി സ്നേഹിയായ ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം എന്നുള്ളതാണ് ഞാൻ ആദ്യമായിട്ടും അവസാനമായിട്ടും കാണുന്നത്. ഗോത്രവർഗ മേഖലയിലെ പ്രശ്നങ്ങളെ സംബന്ധിച്ചൊക്കെ ഇവിടെ സെമിനാർ നടത്തി. ആ സെമിനാറിൽ വിവിധങ്ങളായ വിഷയങ്ങൾ അവതരിപ്പിച്ചു. ഇനിയും നമ്മൾ
ഈ അനുസ്മരണ പരിപാടിക്കും ഈ ഗ്രന്ഥശാലയെ തെരഞ്ഞെടുത്ത അവാർഡ് കൊടുത്തതിനും സെമിനാർ നടത്തിയതിനുമൊക്കെ മേഖലാ കമ്മിറ്റിയെ അഭിനന്ദിച്ചുകൊണ്ട് ആശംസകൾ അറിയിച്ചു. അടുത്തതായി നന്ദിയാണ്. നന്ദിക്ക് ശേഷം എല്ലാവരും ഈ ഇതിന്റെ പുറത്തൊന്ന് സംഗമിക്കണം. നമുക്ക് എല്ലാവർക്കും കൂടി ഗ്രൂപ്പ് ഫോട്ടോ എടുത്തിട്ട് വേണം പിരിയാൻ വേണ്ടിയിട്ട്. നന്ദി പറയുന്നതിന് വിശുദ്ധ കൈകാര്യ പ്രധാനപ്പെട്ട പ്രവർത്തകർ സജീവനോട് അഭ്യർത്ഥിക്കും. പ്രിയമുള്ളവരെ, പരിഷത്ത് മാനന്തവാടി മേഖലാ കമ്മിറ്റി സന്തോഷ് മാസ്റ്റർ അനുസ്മരണം നമ്മളെ ഒരു 3 വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മുൻ വർഷത്തെ വ്യത്യസ്തമായി മുൻ വർഷം നമ്മൾ നടത്തിയത് 2 ദിവസങ്ങളായി. അനുസ്മരണം ഒരു ദിവസവും പുരസ്കാര സമർപ്പണം പിന്നീട് ഒരു ദിവസമാണ് സംഘടിപ്പിച്ചത്. ഇപ്രാവശ്യം നമുക്ക് അത് രണ്ടും ഒരുമിച്ച് നടത്താൻ കഴിയും. അതിൽ നല്ല ഒരു നമുക്ക് വളരെ സന്തോഷമുണ്ട് മാനന്തവാടി മേഖലയിൽ. അപ്പോൾ എൻ്റെ ചുമതല ഈ പരിപാടിയിൽ നന്ദി പറയുകയാണ്. ഈ പരിപാടിയിൽ ആദ്യമായി സ്വാഗതം പറഞ്ഞ് സംസാരിച്ച പരിഷത്തിൻ്റെ ജില്ലാ കമ്മിറ്റി അംഗം പി കെ മനോജ്, അതുപോലെ നമ്മളെ ഇന്നത്തെ പരിപാടിയിൽ ഗോത്രവർഗ വിഭാഗത്തിലെ വിദ്യാഭ്യാസം, കാഴ്ചപ്പാട്, സമീപനങ്ങൾ എന്ന വിഷയത്തിൽ സംസാരിച്ച സ്കൂൾ ഓഫ് റൂറൽ ഡെവലപ്മെന്റ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിലെ അസിസ്റ്റന്റ് പ്രൊഫസർ കെ പി മനോജൻ സാർ, പ്രതികരണം നടത്തിയ വയനാട് പരിഷത്തിൻ്റെ ജില്ലാ ട്രഷറർ ടി പി സന്തോഷ് മാസ്റ്റർ, അതുപോലെ തന്നെ പി ഹരീന്ദ്രൻ, ഡയറക്ടർ ഓഫ് ട്രൈബൽ സ്റ്റഡി സെന്റർ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് കെ പി സിവിൽ, ജില്ലാ കോർഡിനേറ്റർ ഹയർ സെക്കൻഡറി കരിയർ ഗൈഡൻസ് സജി കെ, ട്രൈബൽ ഫെസിലിറ്റേറ്റർ ബേഗു, അതുപോലെ തന്നെ പരിഷത്തിൻ്റെ മേഖലാ സെക്രട്ടറി പി കുഞ്ഞികൃഷ്ണൻ. ഇവിടെ അധ്യക്ഷനാകേണ്ടിയിരുന്നത് പരിഷത്തിൻ്റെ മേഖലാ പ്രസിഡന്റായിരുന്ന മണികണ്ഠൻ മാഷാണ്. അദ്ദേഹത്തിന് എന്തോ ആരോഗ്യ പ്രശ്നങ്ങളോട് ഇന്ന് പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. ശ്രീ മണികണ്ഠൻ മാസ്റ്റർ, അതുപോലെ സന്തോഷ് മാസ്റ്റർ, അനുസ്മരണ പ്രഭാഷണം നടത്തിയ വി പി ബാലചന്ദ്രൻ മാസ്റ്റർ, അതുപോലെ ആശംസകൾ സംസാരിച്ച പരിഷത്തിൻ്റെ സംസ്ഥാന നിർവാഹക സമിതി അംഗങ്ങളായ എസ് കേമുന ടീച്ചർ, പി സുരേഷ് ബാബു, പരിഷത്തിൻ്റെ ജില്ലാ പ്രസിഡന്റ് പി അനിൽകുമാർ, ജില്ലാ സെക്രട്ടറി കെ പി സുനിൽകുമാർ, മാനന്തവാടി യൂണിറ്റ് പ്രസിഡന്റ് കെ സി നാരായണൻ, ബാവലി സ്കൂൾ എച്ച്.എം. ബിജു മാസ്റ്റർ, അതുപോലെ തന്നെ പുരസ്കാര സമർപ്പണം നടത്തിയ പരിഷത്തിൻ്റെ പ്രധാന പ്രവർത്തകൻ പ്രൊഫസർ കെ ബാലഗോപാലൻ മാസ്റ്റർ, നമ്മുടെ പുരസ്കാരം സ്വീകരിച്ച പൂളക്കൽ ഗ്രന്ഥാലയത്തിൻ്റെ പ്രവർത്തകരായ പ്രതീഷ്, അതുപോലെ തന്നെ മറ്റു പ്രവർത്തകർ, ഇടവക പഞ്ചായത്ത് മെമ്പറായ സന്തോഷ് മാഷിൻ്റെ കുടുംബാംഗങ്ങൾ, അതുപോലെ തന്നെ നമുക്ക് ഇതിനൊരു സൗകര്യം ഒരുക്കി തന്ന DRCയുടെ പ്രവർത്തകർ എല്ലാവർക്കും, അതുപോലെ തന്നെ ഇവിടെ ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ആൾക്കാർക്കും, അതായത് വിവിധ സംഘടനകളുണ്ട്, പരിഷത്തിൻ്റെ പ്രവർത്തകരുണ്ട്, മറ്റ് സംഘടനകളുടെ പ്രവർത്തകരുണ്ട്, എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. പരിപാടിയുടെ അവസാനിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട യമുന ടീച്ചർ ഇപ്പോൾ പരിഷത്തിന്റെ സംസ്ഥാന സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള വിവരം കൂടി നിങ്ങളെ അറിയിക്കും. നമുക്കൊരു ഫോട്ടോ സെഷന്റെ പുറത്ത്